ഒരു വ്യക്തി മറ്റാരോടും ഒരു കരുണയുമില്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ഏറ്റവും അധികം അംഗീകാരവും പ്രാധാന്യവും തനിക്ക് തന്നെയാണ് ലഭിക്കേണ്ടത് എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും ഇങ്ങനെ ഒരു പ്രത്യേക പരിഗണന വേണം എന്ന് വാശി പിടിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു വ്യക്തി നാർസിസ്റ്റ് പേഴ്സണാലിറ്റി പെടുന്ന ആളാവാൻ സാധ്യത കൂടുതലാണ്. ആരെങ്കിലും അവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനോട് കോപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോടൊരു സഹിഷ്ണുത കാണിക്കാനോ അവർക്ക് സാധിക്കില്ല. അവർ സ്വയം എല്ലാം തികഞ്ഞ ആളാണ്, എല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്ന് സ്വയം വിശ്വസിക്കുകയാണ് അവർ ചെയ്യുന്നത്. പുറമെ മികച്ചൊരു വ്യക്തിയാണ് താൻ എന്ന് സ്വയം അവർ പ്രകടിപ്പിക്കുമെങ്കിലും അവരുടെ ഉൾമനസ്സിൽ അവർക്കറിയാം തനിക്ക് ഒരുപാട് നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ താൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നായിരിക്കും അവരുടെ ഉൾമനസ്സിൽ അവർക്ക് തോന്നുക. പക്ഷെ പുറമെ അവരത് കാണിക്കില്ല. നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ പാർട്ണറായിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള ഒരു വ്യത അത് ചെറുതൊന്നുമല്ല. ഒരുപാട് മെന്റൽ ടോർച്ചറിൽ കൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എപ്പോഴും തന്റെ പാർട്ണറിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ആ ഒരു കൺട്രോളിൽ നിന്ന് വിട്ടു പോകാനായിട്ട് അവർ സമ്മതിക്കില്ല. എപ്പോഴും അവരുടെ ആ ഒരു കൺട്രോളിൽ, അവരുടെ നിയന്ത്രണത്തിൽ അവർ ആ ഒരു വലയത്തിൽ പിടിച്ച് ഇരുത്തും. മറ്റു കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ടോ ഒന്നും കോണ്ടാക്ട് വെക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സമ്മതിക്കില്ല. മാത്രമല്ല അവരുടെ കൂടെയുള്ള പാർട്ട്ണറിന്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് നശിപ്പിക്കുകയും അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതി തെറ്റാണെന്ന് വരുത്തി തീർക്കാനും നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് സാധിക്കും. ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളോട് നമ്മൾ എന്തെങ്കിലും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ വാക്കുതർക്കം നടത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും പറയുന്നതും അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവർ അതിനെതിരെ ഒരുപാട് നെഗറ്റീവായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. ഇത്തരം വ്യക്തികളിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അവർ നമ്മളെ മാനസികമായിട്ട് തകർത്ത് കളയാൻ അവർക്ക് സാധിക്കും. ഇമോഷണലി നമ്മളെ ഒരുപാട് രീതിയിൽ അവർ വിഷമിപ്പിക്കും. ഇങ്ങനെ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിനെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെത്രമാത്രം മുറിവേൽപ്പിക്കുന്നു എന്നതിൻ്റെ ആഴം അവർക്ക് മനസ്സിലാകത്തും ഇല്ല. പക്ഷേ ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ പുറമേയുള്ള പെരുമാറ്റവും അല്ലെങ്കിൽ അവർക്ക് വളരെ ഒരു സെൽഫ് കോൺഫിഡൻസും വളരെ ആകർഷകമായിട്ടുള്ളൊരു പെരുമാറ്റവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് അവരിലേക്ക് അടുക്കും. പക്ഷേ അടുത്ത് പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് മനസ്സിലാക്കുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നാർസിസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആരോടും ഒരു സഹാനുഭൂതിയും ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരിക്കും ഇത്തരക്കാർക്ക്. പാർട്ട്ണർക്ക് ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ തുല്യത ഒരിക്കലും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ. സാധാരണയായിട്ട് നമ്മൾ സെൽഫിഷ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ സെൽഫിഷ് ആയിട്ടുള്ളവർ ചില സാഹചര്യങ്ങളിലായിരിക്കും അവർ സെൽഫിഷ് ആവുന്നത്. പക്ഷേ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി സെൽഫിഷ് ആണ്, അതോടൊപ്പം തന്നെ ഒട്ടും അനുകമ്പയില്ലാത്ത ഒരു പെരുമാറ്റമായിരിക്കും. അവർ എല്ലാം തികഞ്ഞ ആളാണെന്നുള്ള സ്വയം തോന്നൽ അവർക്കുള്ളത് കൊണ്ട് തന്നെ